പ്രാർത്ഥനാ മുറിക്കകത്ത് കയറാൻ പോലും മനസ്സനുവദിക്കാതെ വണ്ണം പിശാച് നമ്മളെ ഒതുക്കി കളയുന്ന ആത്മീക യുദ്ധം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. കുടുംബത്തിനകത്തുള്ള ഉത്തരവാദിത്തങ്ങളാണോ, സമൂഹത്തിലുള്ള ഉത്തരവാദിത്തമാണോ, സഭയ്ക്കകത്തുള്ള ഉത്തരവാദിത്തമാണോ? ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിശാച് ചില ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങളെ കൊണ്ടിട്ട് നിന്റെ ഊർജത്തെ നഷ്ടപ്പെടുത്തിയോ? നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്നെങ്കിൽ നമ്മളൊന്ന് ശോധന ചെയ്യണം. ദുരാത്മാവാണോ പരിശുദ്ധാത്മാവാണോ നമ്മുടെ ഉള്ളിലുള്ളത്? ഭക്തന്മാർക്കും ശോധനയുണ്ട്, ഭക്തന്മാർക്കും പോരാട്ടങ്ങളുണ്ട്. ക്ഷീണം എന്നത് ഏതൊരു ആത്മീക മനുഷ്യനായാൽ പോലും, മനുഷ്യനാണോ ക്ഷീണം വരും. ഹല്ലേലൂയ. ജഡത്തിൽ ഇൻബിൽഡഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരമാകുന്ന ജഡം, അല്ലേ? ജഡം ബലഹീനമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ബലഹീനമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്ഷീണിക്കും, അല്ലേ? ബലഹീനം എന്നതിന് മറ്റൊരു പര്യായ പദം ക്ഷീണമെന്ന് വേണമെങ്കിൽ വിളിക്കാം. പ്രൈസ് ഗോഡ്. അത് നിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ബിൽറ്റ് ഇൻ ക്യാരക്ടറാണ്. ഒരു ആത്മമനുഷ്യനായ ഒരു മനുഷ്യൻ തീർന്നാൽ പോലും, ഹല്ലേലൂയ, ജഡമനുഷ്യനായി നമ്മൾ ജീവിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, ദൈവത്തോട് പറ്റിച്ചേരുന്നു, രക്ഷ പ്രാപിക്കുന്നു, ഒരു ഭക്തനായി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നു, തുടർന്ന് ഒരു ശിഷ്യനാകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞാലും ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോട്ടെ, ക്ഷീണം കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കാറുണ്ട്, വചനം കേൾക്കുമ്പോൾ ക്ഷീണിക്കാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണിക്കാറുണ്ട്. പിശാച് വെറുതെ ഇരിക്കുന്നവനല്ല. ഹല്ലേലൂയ. ചില ദൈവ പദ്ധതികൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ വെക്കുമ്പോൾ ശത്രു എന്ത് ചെയ്യും? എതിർക്കും. ഞാൻ പലരോടും പ്രാർത്ഥനയിൽ ഉറപ്പിക്കുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ രോഗം വന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ മനസ്സിനെ അസമാധാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴല്ലേ. അപ്പം മനസ്സിലാക്കിക്കോണം, എന്തോ വൻ കാര്യം ഇതിലൂടെ നടക്കാൻ പോകും. അതുകൊണ്ട് പിശാച് അസൂയാലും പിശാച് നിങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചോണം. ഹല്ലേലൂയ. രണ്ടും കൽപ്പിച്ച് വെക്കോണം, രണ്ടും കൽപ്പിച്ച് ചെയ്തോണം. ഹല്ലേലൂയ. മനസ്സിലാക്കുക, പിശാച് തളർത്താൻ ശ്രമിക്കുമ്പോൾ തളർന്നു പോകുന്ന ഒരു തലമുറയായിട്ടല്ല ദൈവം നമ്മളെ വാർത്തെടുക്കുന്നത്. എവിടെ പിശാച് തളർത്താൻ ശ്രമിക്കുന്നു അവിടെ ഇരട്ടി ശക്തിയോടെ നമ്മൾ യുദ്ധം ചെയ്യുന്നവരായി തീരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ എങ്ങനെയാണല്ലോ പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപ, ദൈവത്തിൻ്റെ കൃപ മാത്രം ഒന്ന് മതി. അവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചില്ല, എനിക്ക് കുറച്ച് മസിൽ തരണം, കുറച്ച് എനർജി തരണം, കുറച്ച് കാലറി ഇൻടേക്ക് തരണം, അന്നൊന്നും പറഞ്ഞില്ല. എനിക്കൊരു അൽഫാം കർത്താവ് എന്ന് തരണം, ഒരു കാടപ്പക്ഷി സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി എനിക്ക് തരണം, ഒരൽപ്പം മന്ന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തല്ലോ, അവർക്ക് ഫുൾ നല്ലൊരു അടിപൊളി ന്യൂട്രീഷൻ ആയിരുന്നല്ലോ, മന്നയും കാടപ്പക്ഷിയും, അതും വീട്ടിൽ സൊമാറ്റോ സ്വിഗ്ഗി പോലെ ഓൺ ടൈം, അതിന് ഡിലേ ഒന്നുമില്ല. പണ്ടെന്ന് പറയുമ്പോൾ സൊമാറ്റോയ്ക്കും സ്വിഗ്ഗിക്കൊക്കെ ഒരു പോളിസി ഉണ്ടായിരുന്നു, ഒരല്പം ലേറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് തണുത്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ ഫ്രീ. ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ ഡെലിവറി പാർട്ട്നേഴ്സാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് ലേറ്റ് ആയാൽ ഫൈനോ കാര്യങ്ങളൊന്നുമില്ല, ഫുഡ് എത്തുമ്പോൾ എത്തുമത്ര തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പൗലോസ് ചോദിച്ചില്ല, കർത്താവേ എനിക്കും ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ആ ഫുഡ് ഡെലിവറി എനിക്ക് വേണമെന്ന് ചോദിച്ചില്ല. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാ, കൃപയൊന്ന് മാത്രം മതി. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നവനായിട്ട് ആത്മാവിൽ ഒരുങ്ങുന്ന സമയത്തിൽ പിശാച് തകർക്കാൻ ശ്രമിച്ചു, അല്ലേ? വലിയൊരു പദ്ധതിയിലേക്ക്, ഒരു മാനവരാശിയുടെ ലോകത്തിൻ്റെ രക്ഷയുടേതായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏകജാതനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും 40 രാവും 40 പകലുമായിരുന്നപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കാൽ വയ്ക്കുവാൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു എറയിലേക്ക്, ഒരു പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുവാൻ വേണ്ടിയിട്ട് റെഡി ആയപ്പോൾ ഒടുവിൽ പിശാച് എന്ത് ചെയ്യാൻ ശ്രമിച്ചു? തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ യേശു തോറ്റോ? ഇല്ല. യേശു പിശാചിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് പിശാചിനെ കൊടുക്കേണ്ടുന്ന മെസ്സേജ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചമ്മി നാറിപ്പോയി. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരു ദൈവദാസൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിശാചിനോട് വല്ല മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചാൽ പിശാചിന് കിട്ടൂല. ഹല്ലേലൂയ. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ അയച്ചാലും കിട്ടത്തില്ല.
SMS ആയിട്ട് അയച്ചാലും പിശാചിന് കിട്ടില്ല. പിശാചിനോട് നമുക്ക് വല്ലതും പറയുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലുള്ള സ്ലിപ്പറിലോ ഷൂവിൻ്റെയോ അടിയിൽ എഴുതി വെച്ചാൽ മാത്രം മതി, പിശാചിനെ കിട്ടും. ഹല്ലേലൂയ. കാരണം എന്താ പറയുമോ, പിശാചിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ കീഴില. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അത് നല്ലൊരു പതിയുകയും ചെയ്യും, ഡബിൾ ടിക്ക് വീടും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ആകയാൽ മനസ്സിലാക്കുക, എത്ര തന്നെ നമ്മളെ ബലഹീനപ്പെടുത്തിയാലും ആമേൻ, ജയം എപ്പോഴും ദൈവ മക്കൾക്കായിരിക്കും. ഹല്ലേലൂയ. പിശാചിൻ്റെ സ്ഥാനം നമ്മുടെ കാൽ കീഴിൽ, അവൻ നമ്മുടെ തലേ കയറി നിരങ്ങാൻ ശ്രമിക്കുമ്പോൾ ദൈവ മക്കൾ തിരിച്ചറിയില്ല, എൻ്റെ ദൈവം ശത്രുവായ പിശാചിന് കൊടുത്തിരിക്കുന്ന സ്ഥാനമുണ്ട് കാൽ കീഴിൽ. അങ്ങനെയെങ്കിൽ പിശാചേ, നീ അവിടെ കിടന്നോണം, ഞാൻ ജയമെടുക്കുന്നു. Glory to Jesus. Hallelujah, hallelujah, hallelujah. വചനത്തിലേക്ക് കടന്നു വരാം. വളരെ വേഗത്തിൽ നമുക്ക് എടുത്ത് വായിക്കാം. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആമേൻ വായിക്കുന്നു. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. 2-ാം വാക്യം, യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്നവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഭാഗം ഇപ്രകാരമായിരുന്നു. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങൾ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, ടു ടീച്ച് ആൻഡ് ടു പ്രീച്ച്. ഈ റിസർച്ച് മെത്തഡോളജി പഠിക്കുമ്പോൾ, അതായത് ഗവേഷണ ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യൻ ഒരു ഭാഗമാണ്. റിസർച്ച് ക്വസ്റ്റ്യന് ശേഷം, അതായത് എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നത്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശം, അതാണ് എൻ്റെ അർത്ഥം, ഉദ്ദേശം. അപ്പോൾ ഉദ്ദേശം എഴുതുമ്പോൾ അതിനകത്തൊരു മെത്തഡോളജി ഇപ്രകാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ രീതി ഇങ്ങനെയാണ്. ടു എന്ന് എഴുതിയിട്ടാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ എന്താണ് ഗവേഷണം നടത്തി പ്രൂവ് ചെയ്യാനുള്ളത്, എബി ഷാലോം ഇപ്പോൾ കറുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നൊരു കാര്യമാണ് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളതെങ്കിൽ ആ ഗവേഷണം ഞാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ഇങ്ങനെ എഴുതും, ടു പ്രൂവ് ദാറ്റ് എബി ഷാലോം ഇസ് വെയറിങ് എ ബ്ലാക്ക് ഷർട്ട്. ടു എന്നൊരു വാക്ക് എഴുതിയിരിക്കും. ഹല്ലേലൂയ. ചില ഉദ്ദേശങ്ങളെ കാണിക്കുന്നതാണ് ടു എന്നെഴുതിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ യേശു ചെയ്തത് അപ്രകാരമുള്ളൊരു കാര്യമാണ്, ടു ടീച്ച് ആൻഡ് ടു പ്രീച്ച്. തൻ്റെ ശിഷ്യന്മാരോട് ചിലതൊക്കെ ഉപദേശിച്ചിട്ട് കർത്താവ് അടുത്ത് ചെയ്യാൻ പോയ ഉദ്ദേശം ഇപ്രകാരമാണ്, ആമേൻ, ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒത്തിരി ഉദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി മാനവരാശിയുടെ രക്ഷ, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് മാനവരാശിയെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു മഹാദൗത്യത്തോടു കൂടിയാണ് അവൻ്റെ ബലിയാടിനെ പോലെ അവൻ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ അവൻ യേശുവിനെ പിതാവായ ദൈവം അയക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങളായ ഒത്തിരി ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് പ്രസംഗിപ്പാനും ഉപദേശിപ്പാനും. ഹല്ലേലൂയ. എന്താണ് പ്രസംഗിപ്പാനും ഉപദേശിപ്പാനും? അതുപോലെ തന്നെ യേശു ചെയ്ത മറ്റു കാര്യങ്ങൾ, രോഗികളെ സൗഖ്യമാക്കുവാൻ, അല്ലേ, മനസ്സ് തകർന്നവർക്ക് സമാധാനം നൽകുവാൻ, പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ. അപ്പോൾ ഇങ്ങനെ പല ഉദ്ദേശങ്ങളും. അതിലൊന്നായിരുന്നു പ്രസംഗിപ്പാനും ഉപദേശിപ്പാനും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പ്രസംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാത്മ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പ്രസംഗവും ഉപദേശങ്ങളും എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രോഗസൗഖ്യം ആവശ്യമാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം, നമുക്ക് നന്മകൾ വേണം. പക്ഷെ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, പ്രസംഗവും ദൈവത്തിൽ നിന്നുള്ള ഉപദേശം എന്നത് ഒരു മനുഷ്യന് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്.
കാരണം യേശു കർത്താവ് എവിടെ ശുശ്രൂഷിക്കാൻ പോയപ്പോഴും അവിടെ രോഗികളൊക്കെ സൗഖ്യമാക്കി. പക്ഷെ അതിനോടൊപ്പം ചെയ്ത മറ്റൊരു കാര്യമാണ്, താൻ പ്രസംഗിച്ചു, താൻ സുവിശേഷം പ്രസംഗിച്ചു, താൻ ഉപദേശങ്ങളെ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാത്മീക ജീവിതം ജീവിക്കുമ്പോൾ അവൻ നന്മകൾ മാത്രമല്ല, അതിലുപരിയായി അവൻ ദൈവത്തിന് എന്നോട് പറയാനുള്ളത് എന്ത്, ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് എന്ത്, എൻ്റെ ആത്മീക ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവത്തിന് പറയാനുള്ളത് എന്ത് എന്ന് അന്വേഷിക്കുവാനുള്ളൊരു മാനസികമായ ഒരു അല്ലെങ്കിൽ മാനസികമായ ഒരു രീതി അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഒരു കാംക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഒരാത്മീക ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാം വാക്യം നോക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. സംഭവം വേറൊന്നുമല്ല, ഹെരോദാവ് എന്ന് പറയുന്ന യഹൂദിയ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർപ്പസന്തതി എന്നാണ് യോഹന്നാൻ ഇട്ടിരിക്കുന്ന പേര് ഈ ടീമുകൾക്ക്. സ്തോത്രം. ഹെരോദാവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചില്ലെങ്കിലും ഈ ടീംസിനെല്ലാം ഇട്ടിരിക്കുന്ന ഒരു ചെല്ലപ്പേരാണ് സർപ്പസന്തതി. അപ്പോൾ ഈ സർപ്പസന്തതിയായി അന്ന് പിശാചിൻ്റെ ഇഷ്ടം ദൈവഹിതമില്ലാത്ത രീതിയിൽ രാജ്യത്തെ ഭരിച്ച് കണ്ണിച്ചോരയില്ലാതെ ദുഷ്ടത്തരം അന്ന് ആ ദേശത്തിൽ തൻ്റെ ഭരണം അല്ലെങ്കിൽ തൻ്റെ ശക്തിയെ മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ വിനിയോഗിച്ച് അന്ന് ഭരിച്ച് മുടിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹെരോദാവ് എന്ന് പറയുന്ന രാജാവിന് തൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീ, തൻ്റെ തന്നെ ബന്ധുവായ ഒരു സ്ത്രീയുമായി തനിക്ക് അടുപ്പമുണ്ടാകുകയും ഇത് അവൻ ദൈവത്തിൻ്റെ രാജ്യമാകുന്ന യഹൂദ രാജ്യത്തിൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് വെച്ചിരുന്ന യോഹന്നാൻ സ്നാപകൻ അവൻ ഇത് മനസ്സിലാക്കുകയും അത് ഹെരോദ രാജാവിനോട് അറിയിച്ചപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. സ്വന്തം തെറ്റ് പറഞ്ഞപ്പോൾ ഹെരോദാവിന് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്നെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, നമ്മളൊന്ന് ശോധന ചെയ്യണം, ദുരാത്മാവാണോ പരിശുദ്ധാത്മാവാണോ നമ്മുടെ ഉള്ളിലുള്ളതെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, അവൻ അനുതപിക്കും. ആമേൻ. തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് അവൻ്റെ ജീവിതം ഒരല്പം വഴി തിരിഞ്ഞു പോകുന്നു എന്ന് കാണുമ്പോൾ മനസ്സാക്ഷി കോടതി എന്ന് പറഞ്ഞ് ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയുണ്ട്, അത് നമ്മളുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് വേദന ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്സ് ഉളവാക്കുക. വളരെ കംഫർട്ടബിൾ അല്ലാത്ത, അതിന് അൺകംഫർട്ടബിൾ മലയാളത്തിൽ എന്ത് പറയുക, നല്ലതല്ലാത്ത നമുക്ക് ഒരു സ്വസ്ഥതയില്ല. യെസ്, അസ്വസ്ഥതകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുവാനിടയായിത്തീരുന്നു. പക്ഷെ മറിച്ച് നമ്മുടെ തെറ്റുകളെ ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നിട്ടും അതിലൊന്നും യാതൊരു വിധമാകുന്ന അസ്വസ്ഥതകളും നമുക്ക് തോന്നാതെ വണ്ണം അത് ശരിയായി തോന്നി വീണ്ടും നമ്മൾ ആ തെറ്റ് ചെയ്യുന്ന ഒന്ന് മനസ്സിലാക്കിക്കോണം. എവിടെയൊക്കെയോ താളം തെറ്റി. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നമ്മുടെ വഴി ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നുപോയി തിരികെ വരേണ്ടുന്ന സമയം അത്രേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വചനത്തിൽ നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാനേ കഴിയും. 1 ശമൂവേൽ അതിൻ്റെ 1 ശമൂവേൽ 2 ശമൂവേലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി കാണുവാനേ കഴിയും. താനും തെറ്റ് ചെയ്തു. ഹല്ലേലൂയ. തൻ്റെ ഭാര്യയല്ലാത്ത തൻ്റെതായിട്ടുള്ള സേനയിലുള്ള അല്ലെങ്കിൽ ആർമിയിലുള്ള മറ്റൊരു വ്യക്തിയുടേതായിട്ടുള്ള ഭാര്യയെ താൻ പരിഗ്രഹിക്കുകയും അത് ദൈവം മനസ്സിലാക്കിയിട്ട് യോനാഥാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭക്തനിലൂടെ അത് വെളിവാക്കിയപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? അവൻ അനുതപിച്ചു. ഹല്ലേലൂയ. അവൻ യോനാഥാനെ പിടിച്ച് ജയിലിലിട്ടില്ല. സ്തോത്രം. യോനാഥാനെ പിടിച്ച് കൊലക്കുറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൂക്കുകയറ് അല്ലെങ്കിൽ വധശിക്ഷ പ്രഖ്യാപിച്ചില്ല. മറിച്ച് ദാവീദിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ട്, ദാവീദ് ഒരു ദൈവഭക്തനായതുകൊണ്ട്, ദൈവവുമായി ബന്ധമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നത് ദൈവം ചൂണ്ടിക്കാണിച്ചപ്പോൾ തനിക്ക് കുറ്റബോധമുണ്ടാകുകയും അനുതപിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും താൻ തന്നെ തന്നെ റിഫ്രഷ് ചെയ്തു. ഹല്ലേലൂയ. തന്നെ പുതുതാക്കി മാറ്റി. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഹെരോദാവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പിടിച്ചവൻ. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ അങ്ങനെ വിളിച്ചത് സർപ്പസന്തതിയെ പിശാചിനുണ്ടായത്. അത്തരത്തിൽ യേശുവിൻ്റെ ജനനത്തിന് എതിരെ വരെ പോരടിച്ച ഒരു റൂളറാണ് ഹെരോദാവ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഈ യോഹന്നാനെ പിടിച്ച് തുറുങ്കിലിടുന്നു. തൻ്റെ ഈ രണ്ടാം ഭാര്യയാകുന്ന വ്യക്തിയുടെ മകള് കടന്നു വന്ന് ഹെരോദാവിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിച്ചപ്പോൾ ദുഷ്ടനാണല്ലോ ഹെരോദാവ്, ദൈവഭക്തി ഇല്ലാത്തവനാണല്ലോ ഹെരോദാവ്, ദൈവവുമായി ബന്ധമില്ലാത്തവനാണല്ലോ ഹെരോദാവ്. അതുകൊണ്ട് തന്നെ ഒരു 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 പിഞ്ച് കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തൻ്റെ മുൻപിൽ കടന്നു വന്ന് ചില നൃത്തങ്ങൾ ചെയ്തപ്പോൾ അത് തന്നെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചിട്ട് അവളോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? ഹല്ലേലൂയ. അവളുടെ അമ്മ പറഞ്ഞു വിട്ട ക്ലാസ് അനുസരിച്ച് അവൾ പറഞ്ഞു, എനിക്ക് യോഹന്നാൻ സ്നാപകൻ്റെ തല വേണം. അങ്ങനെ വധശിക്ഷ വിധിച്ച് യോഹന്നാൻ്റെ തലയെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിധി കൽപ്പിച്ചിട്ടിരിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ സ്നാപകൻ ആ കാരാഗ്രഹത്തിനകത്തിരുന്നു കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, യേശുവിനോട് പോയി ഒന്ന് ഒരു അന്വേഷണം നടത്തണം. യേശുവിനോട് പോയി ചോദിക്കണം, വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്ന്. ഹല്ലേലൂയ. യോഹന്നാനെ പറ്റി അറിയാന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. യോഹന്നാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞോട്ടെ, യേശു ദൈവമത്ര എന്ന് പ്രസംഗിച്ചവനാ. ഹല്ലേലൂയ. യേശു മശീഹ എന്ന് പ്രസംഗിച്ചവനാ. യേശുവിനെ പറ്റി പ്രസംഗിച്ച ഒരു അപ്പോസ്തലൻ, അല്ലെങ്കിൽ അപ്പോസ്തലൻ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീനിയർ പാസ്റ്റർ ആയിരുന്നു. ആര്? യോഹന്നാൻ സ്നാപകൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർപ്പാപ്പ എന്ന് വേണമെങ്കിലും പറയാം. സഖരിയാവ് എന്ന് പറയുന്ന പുരോഹിതന് ശേഷം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. പക്ഷെ തൻ്റെ രാജവസ്ത്രവും തൻ്റെ എല്ലാ പ്രൗഢിയൊക്കെ ഊരി വെച്ചിട്ട് മരുഭൂമിയിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച യോഹന്നാൻ സ്നാപകൻ, യേശുവിനെ പ്രസംഗിച്ചവൻ, യേശുവാണ് ദൈവമെന്ന് പ്രസംഗിച്ചവൻ, യേശുവിലൂടെ അത്ര രക്ഷ, യേശു അത്ര രക്ഷകൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് യേശുവിന് വേണ്ടി മാർഗമുണ്ടാക്കിയ ഒരു ശക്തനായ ഒരു നാഷണൽ ഫേമസ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ദൈവദാസന് വരെ സംശയമുണ്ടായിട്ട് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്, നീ തന്നെയാണോ മറ്റേയാള്? ഹല്ലേലൂയ. നീ തന്നെയാണോ ദൈവ? യേശുവേ നീ തന്നെയാണോ രക്ഷകൻ? യേശുവേ നീ തന്നെയാണോ മശീഹ? ക്ഷീണം, തളർച്ച, വീഴ്ച, സംശയം, അല്പവിശ്വാസം, ഇതൊക്കെ ഭക്തനാണെങ്കിലും ജീവിതത്തിലുണ്ടായേക്കാം. ഹല്ലേലൂയ. പോരാട്ടങ്ങൾ, ശത്രുവിൻ്റെതായിട്ടുള്ള യുദ്ധം, ശത്രുവിൻ്റെതായിട്ടുള്ള കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ, തെറ്റു ചെയ്യാത്ത കാലഘട്ടത്തിലും നീ ദൈവത്തിന് വേണ്ടി നിന്നപ്പോഴും ദൈവത്തിൻ്റെതായിട്ടുള്ള ദൈവത്തെ അനുസരിച്ചപ്പോഴും നിൻ്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ വന്നുകൂടായെന്നില്ല. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ ദൈവം തന്നോട് നിർദ്ദേശിച്ച പ്രകാരം ദൈവം തനിക്ക് നൽകിയ അവൻ ചില ഉണർത്തൽ, അല്ലെങ്കിൽ ചില നിർദ്ദേശപ്രകാരമാണ് തൻ്റെ ദൈവത്തിൻ്റെ രാജ്യമായ യഹൂദ രാജ്യത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുന്ന രാജ്യത്തിലെ ഭരണകർത്താവിനോട് എതിർക്കുവാൻ ഇടയായിത്തീർന്നത്, അല്ലെങ്കിൽ അവൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിത്തീർന്നത്. പക്ഷേ ഒടുവിൽ ഭക്തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ഒരു കുലക്കയർ. ഹല്ലേലൂയ. ഒരു തടവറ. ഭക്തന്മാരുടെ ജീവിതത്തിലും ശോധനയുണ്ട്, ഭക്തന്മാരുടെ ജീവിതത്തിലും പോരാട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഞാനൊരു നന്മയെപ്പറ്റി, ഒരനുഗ്രഹത്തെപ്പറ്റി, ഒരു വിടുതലിനെ പറ്റി, ഒരു സൗഖ്യത്തെപ്പറ്റി, ഒരത്ഭുതത്തെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്കൊരു ഉത്സാഹം ഉണ്ടായിരിക്കുമായിരുന്നു. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഉത്സാഹം തോന്നില്ല. ശരിയാണ്, ഇഷ്ടമുള്ളൊരു കാര്യമല്ല, നമ്മൾ ആരും ആഗ്രഹിക്കുന്നൊന്നല്ല. പക്ഷേ വചനത്തിൻ്റെ സത്യം നാം പരിശോധിക്കുമ്പോൾ ഭക്തന്മാർക്കും ശോധനയുണ്ട്, ഭക്തന്മാർക്കും പോരാട്ടങ്ങളുണ്ട്, ഭക്തന്മാർക്കും രോഗം വരാം, ഭക്തന്മാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, ഭക്തന്മാർക്കും ആഗ്രഹിച്ചതുപോലെ വിചാരിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കാതെ പോയേക്കാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവസന്നിധിയിൽ ജാഗരിച്ചിട്ടും ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് വരുന്ന കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത്
യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു ഇന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇൻഡയറക്റ്റായിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞാൻ കാരാഗ്രഹത്തിലാണ്, നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നവനാ ഞാൻ, നിന്റെ ദാസനാ ഞാൻ, നിന്റെ ചെരുപ്പിൻ്റെ വാറ് പോലും അഴിക്കുവാൻ യോഗ്യതയില്ലാതെ നിന്റെ ദാസനായി എന്നെ തന്നെ താഴ്ത്തിയ വ്യക്തിയാ ഞാനിപ്പോൾ കാരാഗ്രഹത്തിലാണ്, മരണത്തെ മുഖാമുഖം കണ്ട് ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുകയെന്ന് ഇൻഡയറക്റ്റായിട്ടൊരു മെസ്സേജും കൂടെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ശിഷ്യന്മാരിലൂടെ അയക്കുവാനിടയായി തീർന്നത്. ഏറ്റവും മുറിവേറ്റ സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ മെസ്സേജ് യേശുവിൻ്റെ അടുക്കലെത്തിയിട്ടും തൻ്റെ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലൊരു മാറ്റം വന്നില്ല. താൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടായില്ല. തൻ്റെ സ്ഥിതിഗതികൾ അപ്പോഴും അങ്ങനെ തന്നെ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു. 5 വർഷമായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ടായിരിക്കാം, 10 വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ടായിരിക്കാം, 20 വർഷമായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ടായിരിക്കാം. വർഷം കൂടുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ മുറിവേൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒന്ന് തിരിച്ചറിയുക, ഭക്തന്മാരുടെ ജീവിതത്തിലും ചില പരിശോധനകളുണ്ട്, ചില പ്രതികൂലങ്ങളുണ്ട്, ചില പോരാട്ടങ്ങളുണ്ട്. ആമേൻ. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ആട്ടിടയനായി ആമേൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ എല്ലാവരുമാലും തള്ളപ്പെട്ട ദാവീദിനെ ദൈവം കാണുകയും അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാതെ ദൈവം ആമേൻ മാർവോട് ചേർത്ത് കൊണ്ടിട്ട് അഭിഷേക തൈലം വഹിക്കുന്ന കൊമ്പിനകത്ത് ആമേൻ എടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ച് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ ആമേൻ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ആമേൻ ഒടുവിൽ ആമേൻ 1 ശമൂവേൽ 18-നും 30-നും ഇടയ്ക്ക് നോക്കുമ്പോൾ ആമേൻ നീണ്ട കാലയളവിൻ്റെതായിട്ടുള്ള ശോധന. ഹല്ലേലൂയ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. അഭിഷേകം പ്രാപിച്ചവനാ ദാവീദ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കിട്ടിയവനാ ദാവീദ്. ദൈവം ചില ആമേൻ വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചില ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടവനാ ദാവീദ്. പക്ഷേ ആ ദാവീദിൻ്റെ ജീവിതത്തിലും താൻ ഗോലിയാത്തിനെ കൊന്ന ഭാഗം 1 അധ്യായത്തിൽ തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന് ദാവീദിലൂടെ ജയം കിട്ടിയ ഭാഗം 1 അധ്യായത്തിൽ തീരുകയാണ്. ദാവീദിനെ പ്രശംസിച്ചതും ദാവീദിനെ സ്തുതിച്ചതും ദാവീദിന് വേണ്ടി പാടിയ ഭാഗങ്ങളൊക്കെ 2 അധ്യായത്തിൽ തീരുകയാണ്. ഹല്ലേലൂയ. 2 അധ്യായം തികഞ്ഞില്ല. പക്ഷേ 18 മുതൽ 30-ാം അധ്യായം വരെ നീണ്ട കാലയളവിൽ ദാവീദ് മരണഭയം കൊണ്ട് ഓടുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി താൻ നിന്നോ അവൻ തന്നെ തനിക്കെതിരെ തിരിയുന്ന അവസ്ഥ. ഏത് രാജാവിന് വേണ്ടി ദാവീദ് നിന്നോ അതേ രാജാവ് തന്നെ ദാവീദിന്റെ തലയെടുക്കുവാൻ വേണ്ടി കോപിഷ്ഠനായി അസൂയ പൂണ്ടിട്ട് ദാവീദിനെ ഓട്ടം വെച്ച് ഓടിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് ജനങ്ങൾക്ക് വേണ്ടി, ഏത് സൈന്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവനെ വരെ അവൻ വില കൊടുക്കുവാൻ തയ്യാറോടുകൂടെ ഒരു കവണയും 5 കല്ലും മാത്രം കൊണ്ട് ദുഷ്ടനായ ഫിലിസ്ത്യന്റെ നേരെ പോയോ അതേ സൈന്യം ഇന്ന് ഈ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് രാജ്യം മൊത്തം അന്വേഷിച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. 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 അപ്പോൾ ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 27. സങ്കീർത്തനം 27 നാം പരിശോധിക്കുമ്പോൾ അവിടെ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദാവീദ് ദൈവത്തോട് തൻ്റെ വിഷമങ്ങളെ, തൻ്റെ മനസ്സിൻ്റെ വേദനകളെ ഷെയർ ചെയ്യുകയാണ്. ഒന്ന് വേഗത്തിൽ ഞാൻ വായിക്കുന്നു. അവൻ 27 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ നിമിത്തം എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീടും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ആരാ? ദാവീദ് അഭിഷിക്തന്. പക്ഷെ അഭിഷിക്തൻ പറയാ എൻ്റെ നേരെ ഒരു സൈന്യം പാളയം ഇറങ്ങുമെന്ന്. ഹല്ലേലൂയ. സൈന്യം നിൽക്കുകയാ തൻ്റെ ജീവനെ അപഹരിക്കുവാൻ. ശത്രുക്കളും വൈരികളും ദുഷ്കർമ്മികളും തൻ്റെ മാംസം തിന്നുവാൻ അവൻ അടുത്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആരാ? ഭക്തനാ. ദൈവത്തെ അറിയാത്തവനല്ല, രക്ഷ പ്രാപിക്കാത്തവനല്ല, അഭിഷേകം പ്രാപിക്കാത്തവനല്ല, പരിശുദ്ധാത്മാവിനെ കിട്ടാത്തവനല്ല, അവൻ ഉപവസിക്കാത്തവനല്ല, സ്നാനപ്പെടാത്തവനല്ല, ദൈവത്തെ അറിയാത്തവനല്ല. ഇതെല്ലാം അറിഞ്ഞ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്ന ഒരു ഭക്തനാ. പക്ഷെ ഭക്തൻ്റെ നേരെ ശത്രുക്കൾ എഴുന്നേറ്റു.
ഭക്തൻ്റെ എതിരെ വൈരികൾ എഴുന്നേറ്റു, ഭക്തൻ്റെ എതിരെ ദുഷ്കർമ്മികൾ എഴുന്നേറ്റു, ഭക്തനെതിരെ ഒരു സൈന്യം പാളയമിറങ്ങി. പക്ഷെ അവിടെയും ദാവീദിൻ്റെ റെസ്പോൺസാണ് ഇന്ന് നാം പഠിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ നേരെയും പലപ്പോഴും പിശാച് ആക്രമിക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിനെതിരെ നമ്മൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, അവരുടെ ഭാവിക്കെതിരെ, അവരുടെ വിദ്യാഭ്യാസത്തിനെതിരെ, അവരുടെ സ്വഭാവത്തിനെതിരെ, നമ്മുടെ കുടുംബക്കാർക്കെതിരെ, നമ്മുടെ ഉപജീവനങ്ങൾക്കെതിരെ, നമ്മുടേതായിട്ടുള്ള തൊഴിൽ മേഖലകൾക്കെതിരെ പ്രാർത്ഥിച്ചായിരിക്കാം എല്ലാ ദിവസവും തുടങ്ങുന്നത്. എങ്കിലും അവിടെ ശോധനകൾ. ഹല്ലേലൂയ. ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ച് മുദ്ര ചെയ്ത് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്ത് വിശ്വസ്തയോടെ ആയിരിക്കാം ചെയ്യുന്നത്. എങ്കിലും അതിനകത്ത് ചില ശോധനകൾ, എങ്കിലും അതിനകത്ത് ചില പ്രതികൂലങ്ങൾ വന്നുകൂടാ എന്നില്ല. ഇവിടെ ദാവീദിന്റെ നേരെയും കടന്നു വന്നു. പക്ഷെ ദാവീദ് എപ്രകാരം ആ ശോധനകളെ തരണം ചെയ്തു, എപ്രകാരം നേരിട്ടു എന്ന് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. വിശ്വാസത്താൽ ദാവീദിന്റെ ജയിച്ചു. ഹല്ലേലൂയ. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആഷ്കലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഒളിപ്പിച്ചില്ല, പറയുക ഒളിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. വിശ്വാസം കണ്ടോണേ, വിശ്വാസം കണ്ടോണേ. അവൻ ഓൾറെഡി ജീവിക്കുന്ന അനർത്ഥ ദിവസത്തില്ല. എങ്കിലും അവൻ്റെ മനസ്സിനെ അവൻ പറഞ്ഞു പഠിപ്പിക്കുക, എൻ്റെ ദൈവം എന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. ഇതൊന്നുമല്ല അനർത്ഥ ദിവസം. അനർത്ഥ ദിവസം വരുമ്പോൾ എന്നെ ഒളിപ്പിക്കുക. അവൻ ഓൾറെഡി അനർത്ഥ ദിവസത്തില്ല. ഹല്ലേലൂയ. ഒരു രാജ്യം തന്നെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുക. പക്ഷേ പറയുക, വിശ്വാസം നോക്കിക്കോണം. മരണത്തിൻ്റെ ദൂതൻ തൊട്ട് പിന്നാലെ കടന്നു വരുമ്പോഴും പറയുക, അനർത്ഥ ദിവസത്തിൽ എൻ്റെ ദൈവം എന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ കാക്കോ, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കോ, എൻ്റെ ദൈവം എന്നെ മറയ്ക്കും. 9-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് കടന്നു പോകുക. 9ഉം 10ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. നിലവിളിക്കുകയാ. എന്താ? നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ഭക്തന്റെ മനോവേദനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. താൻ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കമാണ് കാണുവാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് ദൈവത്തിൽ തനിക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷെ മറുഭാഗത്ത് പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ. ഒരു ഭാഗത്ത് ദൈവം തനിക്കായി കരുതും, ദൈവം തനിക്കായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ട്. മറുഭാഗത്ത് ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലോ, ദൈവം എന്നെ കാണുന്നില്ലെങ്കിലോ, ദൈവം എൻ്റെ നിലവിളി കേൾക്കുന്നില്ലയോ എന്ന ഇരുമനസ്സിൻ്റെ സാഹചര്യം. ദാവീദ് തന്നെ 119-ാം സങ്കീർത്തനം അതിന് 112-ാം 12ഉം 13ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. ഹല്ലേലൂയ. തനിക്ക് ഇരുമനസ്സുള്ളവരെ വെറുപ്പ. പക്ഷെ എങ്കിലും ഇന്ന് താനായിരിക്കുന്ന സ്ഥിതി എന്ന് നോക്കുമ്പോൾ തൻ്റെ മനസ്സ് ഇരുമനസ്സിൽ കിടക്കുകയാണ്. ഒരു ഭാഗത്ത് ദൈവം തന്നെ വിടുവിക്കുന്നത് എനിക്കൊരു ഉറപ്പുണ്ട്, മറുഭാഗത്ത് സംശയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ തിരമാലകൾ പോലെ, സുനാമിയെ പോലെ തന്നെ മൂടുകയാണ്. തൻ്റെ പ്രതീക്ഷകളെ, തൻ്റെ പ്രത്യാശയെ മൂടിക്കളയുന്ന പിശാചിൻ്റെതായിട്ടുള്ള പരിശോധനകൾ, ശത്രുവിൻ്റെതായിട്ടുള്ള പോരാട്ടങ്ങൾ, തന്ത്രങ്ങൾ തന്നെ മൂടുമ്പോഴും താൻ യുദ്ധം ചെയ്തത് ഇപ്രകാരമാ. പിശാച് ഒരു ഭാഗത്ത് പറയുക, ദൈവം നിന്നെ കാണുന്നില്ല, ദൈവത്തിൻ്റെ മുഖം നിന്നെ മറഞ്ഞിരിക്കുക, ദൈവം നിന്നെ മറന്നു, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. പക്ഷെ മറുഭാഗത്ത് ഭക്തൻ യുദ്ധം ചെയ്യില്ല, ദൈവം എനിക്ക് തുണയായിരിക്കും, ദൈവം എന്നെ മറക്കത്തില്ല, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കും ഞാൻ. ഹല്ലേലൂയ. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിക്കണമേ, നിന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 10-ാം വാക്യം. യുദ്ധം ചെയ്യുന്ന രീതി കാണുന്നു. ഹല്ലേലൂയ. യുദ്ധം എന്ന് പറയുന്നത് കൈയടിക്കുന്നതും ആരാധിക്കുന്നതും സ്തോത്രം ചെയ്യുന്നത് മാത്രമല്ല. നമ്മൾ കൈയടിച്ചും ആരാധിച്ചും നമ്മൾ യുദ്ധം ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് കൈയടിക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല. ഒരു നിമിഷം ഒന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും, സാഹചര്യം പോലും കിട്ടാതെ പോകുന്ന ചില യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന മുറിക്കകത്ത് കയറാൻ പോലും മനസ്സനുവദിക്കാതെ വണ്ണം പിശാച് നമ്മളെ ഒതുക്കിക്കളയുന്ന അനുഭവങ്ങൾ, ഒതുക്കിക്കളയുന്ന ആത്മീക യുദ്ധം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒരു ദിവസം ഒന്ന് പ്രയർ ടവറിൽ കടന്നുപോയെങ്കിലും ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവസന്നിധിയിൽ വിഷമങ്ങളെ നിരത്തി വയ്ക്കുവാൻ, അല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും സാഹചര്യം അനുവദിക്കാതെ വണ്ണം 4 സൈഡിൽ നിന്നും കുരുക്കിക്കളഞ്ഞ്, കാലുകളെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, കൈകളെയും ബന്ധിച്ച്, കഴുത്തിൽ ഒരു നുകവും എടുത്തു വെച്ച് ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുവാനെ കഴിയാതെ വണ്ണം പിശാച് നമ്മളെ കുരുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അവിടെ ആകപ്പാടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ആകപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില വിശ്വാസത്തിൻ്റെ വാക്കുകൾ. ഹല്ലേലൂയ. ചില വിശ്വാസത്തിൻ്റെ ചിന്തകൾ. മനസ്സിനകത്ത് പിശാച് എങ്ങനെയൊക്കെയും 4 സൈഡിൽ നിന്ന് മുറുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്നു മുതൽ ദൈവമക്കളൊരു തീരുമാനമെടുക്കണം. ദാവീദിനെ പോലെ നമ്മൾ യുദ്ധം ചെയ്യണം. പിശാച് മറന്നു എന്ന് പറയുമ്പോൾ പറയണം, ഇല്ല, എൻ്റെ ദൈവം എനിക്ക് തുണയായിരിക്കും. പിശാച് തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ പറയണം, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. പിശാച് ഒരു ഭാഗത്ത് പറയോ, നിന്റെ രോഗം ഇങ്ങനെ ഇരിക്കും, പറയണില്ല, എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. പിശാച് പറയോ, നിനക്ക് ജോലി കിട്ടത്തില്ല, മറുഭാഗത്ത് പറയണ, എൻ്റെ ദൈവം യഹോവ ഈരെ, അവൻ കരുതുന്ന എൻ്റെ കർത്താവത്രേ. ഹല്ലേലൂയ. പിശാച് ഒരു ഭാഗത്ത് പറയോ, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ഉയരുവാനേ കഴിയാതെ വണ്ണ നിന്റെ ജീവിതത്തെ ചില നുഖങ്ങളെ കൊണ്ടിട്ട്, ചില ശൂലത്തെ അയച്ച് ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പറയണ, ഇല്ല, പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ, കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ അഭിഷേകത്തിന് ശക്തിയാൽ ഞാൻ ചെയ്യും. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ ഞാൻ ജ്വലിക്കും. വെല്ലുവിളിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംശയങ്ങൾ കൊണ്ടിടുമ്പോൾ, നിരാശകൾ കൊണ്ടിടുമ്പോൾ, അല്പവിശ്വാസത്തിൻ്റെതായിട്ടുള്ള ശബ്ദം നമ്മുടെ ഉള്ളിൽ പിശാച് ആണി അടിച്ച് തറയ്ക്കുന്നത് പോലെ, ക്രിസ്തുവേശുവിനെ ക്രൂശിൽ 3 ആണിയിൽ തറച്ചതുപോലെ നമ്മളെ സ്റ്റക്കാക്കിക്കുവാൻ, നമ്മുടെ ആത്മമനുഷ്യനെ സംശയമാകുന്ന ആണി, അല്പവിശ്വാസമാകുന്ന ആണി, നിരാശ എന്ന് പറയുന്ന ആണി, ഈ വകയാകുന്ന ആണികൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മമനുഷ്യനെ ക്രൂശിൽ തറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ മറന്നു പോകരുത്. പിശാച് ക്രൂശിൽ യേശുവിനെ തറച്ചെങ്കിൽ 3-ാം നാൾ സകലവിധമാകുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഉടച്ചു നീക്കിക്കൊണ്ട്, പിശാചിനൊരു പരസ്യ കോലമാക്കിക്കൊണ്ട്, പിശാചിനൊരു ജോക്കാക്കിക്കൊണ്ട്, പിശാചിനൊരു തമാശയാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെ പറയാൻ കഴിയണം, പിശാചേ, നീ എങ്ങനെയൊക്കെ എന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ പുനരുത്ഥാനത്തിന്റെ ശക്തി, ജീവന്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ മേൽ പകരുന്ന എൻ്റെ യേശുവിനാൽ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ നിന്നെ ജയിക്കും. ഒരു പാതാള ശക്തികൾക്കോ എന്നെയോ എൻ്റെ കുടുംബത്തിനെയോ എന്നിൽ ദൈവം വച്ചിരിക്കുന്ന പദ്ധതികളെയോ ഒതുക്കാനേ കഴിയത്തില്ല. ഞാൻ പുറത്തു വരും, ഞാൻ ജീവനോടെ പുറത്തു വരും. ഹല്ലേലൂയ. 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 ഒരുപക്ഷെ ആശുപത്രി എന്ന് പറയുന്ന ഒരു കാരാഗ്രഹത്തിനായിരിക്കാം ചില യോഹനന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ചില ജയിലറക്കകത്തായിരിക്കാം, ഒരുപക്ഷെ ചെയ്യാത്ത ചില കുറ്റങ്ങളെ ചൊല്ലി ചില നിയമ കുരുക്കുകൾക്കകത്തായിരിക്കാം, നിന്നയ്ക്കും പരിഹാസത്തിനും അകത്തായിരിക്കാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം, ആരുടെയും മുഖം നോക്കുവാനേ കഴിയാതെ വണ്ണം വീട്ടിനകത്ത് ബന്ധിതരായിരിക്കുന്ന ചില യോഹന്നാന്മാർ ഇന്ന് രാത്രിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഒരു ദാവീദിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ, അവൻ വിശ്വാസത്താൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പിശാചിനും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവൻ ഒരു രാജാവാകുമെന്ന് ദൈവത്തിന് നിയോഗമായിരുന്നെങ്കിൽ, അവൻ്റെ ശിരസിൽ കിരീടം ധരിക്കപ്പെടുമെന്ന് ദൈവത്തിനൊരു നിയോഗം ഉണ്ടായിരുന്നെങ്കിൽ, അതങ്ങനെ സംഭവിക്കുവാൻ എൻ്റെ ദൈവം ദാവീദിനെ ശക്തീകരിച്ചെങ്കിൽ, ദാവീദിന്റെ സിറ്റുവേഷനെ മാറ്റിമറിച്ചെങ്കിൽ, ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കണം. ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ, അവൻ മനസ്സിനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ, മനസ്സിനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിനെ പിന്മാറ്റാൻ ശ്രമിക്കുമ്പോൾ, അവിടെ ഓടി ഒളിക്കുന്നവരല്ല, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരായി തീരുവേൻ. ഹല്ലേലൂയ. പിശാചിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഓടി ഒളിക്കണം, നമ്മൾ ക്ഷീണിച്ചൊതുങ്ങി കൂടണം. ചിലർ വിചാരിക്കുന്നുണ്ട്, ഇത് എനിക്കുള്ള സന്ദേശമല്ല. ഇല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊരു ആത്മീക സന്ദേശം മാത്രമല്ല. ദൈവം ആത്മീക കാര്യങ്ങൾ മാത്രമല്ല ഏൽപ്പിക്കുന്നത്,
ദൈവം നമ്മളെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാത്തൂമാരുണ്ട്, മരുമക്കളുണ്ട്, അമ്മായി അമ്മമാരുണ്ട്, അമ്മായി അപ്പന്മാരുണ്ട്, മാമിമാരുണ്ട്, മാമന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, പോലീസുകാരുണ്ടായിരിക്കാം, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, കെട്ടിടപ്പണി ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഓട്ടോറിക്ഷ ഓടുന്നവരുണ്ടായിരിക്കാം, ഡെലിവറി ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഒരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു ബിസിനസ് ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ജോലി നീ പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് നൽകിയോ? ഒരു കുടുംബത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് നൽകിയോ? ആ കുടുംബത്തിൽ നിനക്ക് നന്നായി പെരുമാറാൻ കഴിയുന്നില്ലയോ? കുടുംബത്തിനകത്തുള്ള ഉത്തരവാദിത്തങ്ങൾ നിനക്ക് ഭംഗിയായി ചെയ്യുവാനേ കഴിയുന്നില്ലയോ? നിന്റെ ബിസിനസ്സിനകത്ത് പൂർണ്ണമായി നിനക്ക് അധ്വാനിക്കാൻ കഴിയുന്നില്ലയോ? നിന്റെ ജോലിയിൽ നിനക്ക് പൂർണ്ണ സ്ഥിരതയോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ അധ്വാനിക്കാൻ കഴിയുന്നില്ലയോ? ജോലിക്ക് പോകാൻ മനസ്സ് വരുന്നില്ലേ? ജോലിക്ക് പോകാൻ ശാരീരികമായി നീ തളർന്നോ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യൂ. ദൈവമാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ജീവിതത്തിലുള്ള ഓരോ റെസ്പോൺസിബിലിറ്റി നടുവിലാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചുമ്മാ ജീവിതത്തിലാക്കി വെക്കുക മാത്രമല്ല, അതിനകത്തുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളും ദൈവമാണ് നമ്മളെ ആക്കുന്നത്. ശുശ്രൂഷയാണോ, ജോലിയാണോ, ബിസിനസ്സാണോ, കുടുംബത്തിനകത്തുള്ള ഉത്തരവാദിത്തങ്ങളാണോ, സമൂഹത്തിലുള്ള ഉത്തരവാദിത്തമാണോ, സഭയ്ക്കകത്തുള്ള ഉത്തരവാദിത്തമാണോ? എവിടെയെങ്കിലുമൊക്കെ ഇവിടെ നിന്നൊക്കെ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിശാച് ചില ലക്ഷ്യതകളെ കൊണ്ടിട്ട്, ചില ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങളെ കൊണ്ടിട്ട്, ചില നിരാശകളെ കൊണ്ടിട്ട് നിന്റെ ഊർജത്തെ നഷ്ടപ്പെടുത്തിയോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പിശാച് അതാ ഇഷ്ടപ്പെടുന്നത്. ശത്രുവിൻ്റെ ഇഷ്ടം അതാ, നിന്റെ ഊർജം നഷ്ടപ്പെടണം, നിന്റെ ഉത്സാഹം നഷ്ടപ്പെട്ട് നീ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി ഉത്തരവാദിത്തങ്ങൾ നൊളിച്ചോടി നീ ഒരു ബിഗ് സീറോ ആയി തീരണം, എല്ലാം തകർന്നു തരിപ്പണമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് എന്ന് പറയുമ്പോൾ ഭക്തനായിരുന്നു. ഏലിയാവ് അഭിഷിക്തനായിരുന്നു. വൻ കാര്യങ്ങളെ ദൈവം ചെയ്യാൻ ഉപയോഗിച്ച വ്യക്തിയാ. ശ്രദ്ധിച്ചോണം, വൻ കാര്യങ്ങളെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാ. ശാസ്ത്രത്തിനപ്പുറമായി പ്രവർത്തിച്ച വ്യക്തിയാ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ല എന്ന് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചം പോലും കാലാവസ്ഥ പോലും അനുസരിച്ച ഒരു വ്യക്തിയാണ് ഏലിയാവ്. അത്രത്തോളം വലിയ അഭിഷേകമുള്ളവനാ. ഹല്ലേലൂയ. ശക്തിയുള്ള അഭിഷേകം, ഭയങ്കര പവർഫുള്ളാ. ഇസബേലിന്റെ മുമ്പേ പോയി വെല്ലുവിളിച്ചതാ. ഹല്ലേലൂയ. ആഹാബിന്റെ ഫേസ് ടു ഫേസ് എന്ന് വെല്ലുവിളിച്ചവനാ ഏലിയാവ്. ആരാഹാബും ഇസബേലും പിശാചിൻ്റെതായിട്ടുള്ള കരുക്കൾ. ബാലിന്റെ 450 പരം പ്രവാചകന്മാരെ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി വിശ്വാസത്തോടെ ചങ്കുറപ്പോടുകൂടെ നിന്ന് ഫേസ് ചെയ്ത് പച്ചവെള്ളത്തിൻ്റെ പുറത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി കത്തിക്കുവാൻ തക്കവണ്ണം അങ്ങനെയുള്ള അഭിഷേകമുണ്ടവനായിരുന്നു ഏലിയാവ്. തീർന്നില്ല. ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം തമ്മിൽ തന്നെ, അല്ലെങ്കിൽ അവരെല്ലാവരും നിഗ്രഹിക്കാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് 450 നിഗ്രഹിക്കുവാൻ തക്കവണ്ണം താനൊന്നും ചെയ്യേണ്ടി വന്നില്ല. താനൊന്ന് മാത്രം ചെയ്തു, ദൈവത്തെ നോക്കി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, ദൈവത്തിന് അർപ്പിക്കേണ്ട യാഗം അർപ്പിച്ചു, വിശ്വാസത്തോട് ഉറച്ചു നിന്നു. അത്രത്തോളം ഇരട്ട ചങ്കൻ എന്നൊക്കെ നമ്മളെ ഭാഷ വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരട്ട ചങ്കനായ ശക്തിയുള്ള വിശ്വാസം, ഭയങ്കര ബലമായ വിശ്വാസമുള്ളായിരുന്നു ഏലിയാവായിരുന്നു. പക്ഷേ ഈ ഏലിയാവിൻ്റെ ജീവിതത്തിലും ചൂരച്ചെടിയുടെ അനുഭവം കടന്നു വന്നു. ഹല്ലേലൂയ. ഈ ഏലിയാവിൻ്റെ ജീവിതത്തിലും ഗുഹ വന്നുവെന്നേ. സ്തോത്രം. വിചാരിച്ചു ലോകം കണ്ടിട്ടില്ലാത്ത വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, അതുകൊണ്ട് ഇനിയിപ്പോൾ വല്ല ചൂരച്ചെടിയുടെ കീഴിൽ പോയിട്ട് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം എല്ലാം തീർന്നല്ലോ, എൻ്റെ ജീവിതം അയ്യോ പ്രായം കൂടിയപ്പോൾ തന്നെ എല്ലാം തീർന്നു, ഇനി എന്ത് സുഖം. ഇന്ന് ഞാൻ ഒരു വ്യക്തി പറയുന്ന കേട്ടത് ഇങ്ങനെയാണ്, സുഖമായിരിക്കുന്നു എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അപ്പച്ചൻ തിരിച്ചു ചോദിച്ചാൽ ഇനി എന്ത് സുഖം, എന്ത് സുഖമെന്നോ എന്തൊരു സുഖമെന്നോ അങ്ങനെ എന്തോ ചോദിച്ചു. എന്തായാലും എന്ത് സുഖം. അപ്പോൾ ഞാനെന്ന് ചിന്തിച്ചു, കർത്താവേ
പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, 55 വർഷം, അത് വയസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, 55 വർഷം ഞാൻ വണ്ടി ഓട്ടിച്ചു. താനൊരു KSRTC ബസ് ഡ്രൈവറൊക്കെ ആയിരുന്നു, റിട്ടയർഡൊക്കെ ആയി. തൻ്റെ മോളുടെ മോള് വരെയുണ്ട്. ഹല്ലേലൂയ. ഒരു മുത്തശ്ശനാണ്, സ്തോത്രം. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇനി എന്ത് സുഖം. ഹല്ലേലൂയ. ഏലിയാവ് അത് തന്നെ ചോദിച്ചത്, ഇനി എന്ത് സുഖം, കർത്താവെ എന്നെ അങ്ങോട്ട് എടുത്താലും എന്നും പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ പോയി ഒളിച്ച് കിടന്നപ്പോൾ ദൈവം പറഞ്ഞു, ആമേൻ, തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. നീ ഒതുങ്ങാൻ സമയമായിട്ടില്ല. ഇനിയും എനിക്ക് നിന്നിലൂടെ പലതും ചെയ്യാനുണ്ട്. ആമേൻ, എനിക്ക് ഇനിയും പലതും ചെയ്യാനുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നു പോയ ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഒതുങ്ങാൻ സമയമായിട്ടില്ല. നീ വിചാരിച്ചു തീർന്നുവെന്ന്, നീ വിചാരിക്കുന്നു എല്ലാം അവസാനിച്ചു, ഇനി സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല, ഇനി പ്രത്യാശിച്ചിട്ട് കാര്യമില്ല, എല്ലാം തീർന്നു. പക്ഷെ ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിന്റെ ബിസിനസ്സിൽ നിനക്ക് പ്രത്യാശ വെക്കാൻ കഴിയുന്നില്ലായിരിക്കാം, നിന്റെ ഉപജീവനത്തിൽ നിനക്ക് പ്രത്യാശ വെക്കാൻ പറ്റുന്നില്ലായിരിക്കാം, നിന്റെ കുടുംബത്തിൽ നിനക്ക് പ്രത്യാശ വെക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഒരാളിൽ നിനക്ക് പ്രത്യാശ വെക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 27 അതിന് 14, യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയ ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വെക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിസിനസ്സിൽ പ്രത്യാശ വെക്കണ്ടാന്നേ എന്നും പറഞ്ഞ് ഒളിച്ചോടരുത്. നിന്റെ ജോലിയിൽ നീ പ്രത്യാശ വെക്കേണ്ട എന്നും പറഞ്ഞ് അവിടുന്ന് ഒളിച്ചോടാതെ. നിന്റെ കുടുംബജീവിതം നീ ഒരു സൈഡിൽ നിന്ന് പണിയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മറു സൈഡിൽ ഡൈവോഴ്സിന്റെ വക്കിലേക്ക് പോകുന്ന അനുഭവങ്ങളാണോ? ഒരു ഭാഗത്ത് നീ രാവും പകലും എന്നില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും നിന്റെ മാർക്കുകൾ എപ്പോഴും പാസിംഗ് ലെവലിലേക്ക് എത്തിത്തീരാതെ കൊണ്ട് നിരാശയിലേക്ക് നിന്നെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? ഒളിച്ചോടരുത്. നിന്റെ പഠിത്തത്തിലോ ജോലിയിലോ ബിസിനസ്സിലോ നിന്റെ കുടുംബത്തിലോ നിനക്ക് ഇന്ന് പ്രത്യാശ വയ്ക്കാൻ കഴിയുന്നില്ലായിരിക്കാം. സാരമില്ല, ഒരാളിൽ പ്രത്യാശ വയ്ക്കാം, ദൈവത്തിൽ. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വയ്ക്ക. ഒളിച്ചോടാതെ. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാരാഗ്രഹത്തിനകത്താണോ? നിന്റെ ഭവനം ഒരു കാരാഗ്രഹത്തിന് തുല്യമാണോ? ഇന്ന് നിന്റെ ബിസിനസ് പാളിപ്പോയി ഒരു കാരാഗ്രഹത്തിന് തുല്യം, പ്രോഫിറ്റിന് പകരം ലോസ്. നീ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിനക്ക് ലഭിച്ച ജോലി ഇന്ന് നിനക്ക് അസമാധാനത്തിനും ജോലിക്കകത്ത് മോശമായ മത്സരം, കുത്തുവാക്കുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെ തുടർന്ന് ജോലി റിസൈൻ ചെയ്താലോ എന്ന് വരെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന രീതിയിൽ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ച ജോലിയെ വരെ പിശാച് ഒരു കാരാഗ്രഹത്തിന് തുല്യമാക്കി ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥകളാണോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഒളിച്ചോടരുത്, നിൽക്കുക. പക്ഷെ പ്രത്യാശ ജോലിയിലും വെക്കണ്ട, നിന്റെ ബിസിനസ്സിലും വെക്കണ്ട, നിന്റെ പഠിത്തത്തിലും വെക്കണ്ട. ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിർത്തിയെടുത്ത് ഉറച്ചു നിൽക്ക്. നിന്റെ കാലുകൾ ജോലിയിലല്ല, ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലല്ല, നിന്റെ കാല് ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങ്. നീ കഴിഞ്ഞ നാളുകൾ നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രയത്നം കൊണ്ട് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് ശരിയാകാതെ നിന്റെ കൈവിട്ട് പോയ സ്ഥിതിഗതികൾ, കൈവിട്ട് പോയ നിന്റെ സാഹചര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അവൻ ശക്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശോധനയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടമുണ്ട്. അതൊക്കെ കണ്ട് ഒളിച്ചോടുന്നവരായ പിശാച് ജയിക്കും, ദൈവമക്കൾ തോൽക്കും. ദൈവം നമ്മളെ തോൽക്കാനല്ല. മറന്നു പോകരുത്. ഉപവാസ പ്രാർത്ഥനയിൽ പഠിച്ച കാര്യം, ജയത്തിൽ നിന്ന് ജയത്തിലേക്കാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, തോൽവിയിൽ നിന്ന് ജയത്തിലേക്കല്ല. കർത്താവ് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ അന്ന് ജയം കൊണ്ടാടിയത് വെറുതെ അല്ല. ആ ജയത്തിൽ നിന്ന് വീണ്ടും നമ്മൾ ജയത്തിലേക്ക് പോകാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൈറ്റ് ചെയ്യണം. ഉത്തരവാദിത്തങ്ങളിൽ ഫൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക വ്യവസ്ഥകളിൽ നീ ഫൈറ്റ് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഇത് മതി, തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പോകാം എന്ന് പറഞ്ഞു ഒതുങ്ങുന്നു. പക്ഷെ ഇല്ല, ദൈവത്തിന് നിന്റെ മേൽ വലിയ പദ്ധതിയാന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. നീ ചൂരച്ചെടി കടക്കാനുള്ളതല്ല. ദൈവം നിന്നെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസ്തതയിൽ നീ ഓട്.
എനിക്ക് ബുദ്ധി കൊണ്ട് പറയാൻ മടിയാ, പക്ഷേ ആമൻ ദൈവം പറയുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആമൻ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവ, ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവ, പൗലോസിനെ സാമ്പത്തികമായി അനുഗ്രഹിച്ച ദൈവ. ചിലരോട് പറയുക, നീ ഒരു ദൈവ ഭക്തനായതുകൊണ്ട് തന്നെ നിന്റെ നാളുകളിൽ, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ദിച്ചു അവരുടെ മുൻപിൽ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി, നിന്റെ നിന്ദകളെ മാറ്റി നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി നിറവേറണമെങ്കിൽ മരുഭൂമിയിലായിരിക്കുന്ന ദൈവ ഭക്തനെ, നീ ക്ഷീണിക്കരുത്, തളരരുത്. നീ മുന്നിലോട്ട് യാത്ര ചെയ്യാൻ നിനക്കൊരു കനാനുണ്ട്. ഫ്രണ്ടിൽ നോക്കിയിട്ടും പുറകെ നോക്കിയിട്ടും വലത്തെ നോക്കിയിട്ട് ഇടത്തെ നോക്കിയിട്ടും ഫുള്ള് മരുഭൂമി മാത്രമായിരിക്കാം. പക്ഷെ ദൈവം പറയുക, ഒളിച്ചോടരുത്. കീപ് വാക്കിംഗ്, കീപ് വാക്കിംഗ്. ഹല്ലേലൂയ. സൂര്യനിൽ നീ പ്രത്യാശ വെക്കണ്ട, മോശയിൽ നീ പ്രത്യാശ വെക്കണ്ട, മരുഭൂമിയിൽ നീ പ്രത്യാശ വെക്കണ്ട. ഇതിനൊന്നും രക്ഷിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൽ നീ പ്രത്യാശ വെച്ച് നീ ആയിരിക്കുന്ന മരുഭൂമിയിൽ നിനക്ക് നടക്കാമെങ്കിൽ ദൈവം പറയുന്നു, നിന്റെ ഇന്നത്തെ മരുഭൂമി അല്ല നിന്റെ ജീവിതത്തിന്റെ അർത്ഥം. നിന്റെ ജീവിത ചരിത്രം എന്നത് ഈ മരുഭൂമി അല്ല, നിന്റെ ജീവിത അന്ത്യം. എന്നെ വാഗ്ദത്തങ്ങൾ, നിന്നിൽ ഞാൻ നൽകിയിരിക്കുന്ന എന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് എന്നാണോ അതത്രേ നിന്റെ ജീവിതത്തിന്റെ മീനിങ് കംപ്ലീറ്റ് ആകുന്ന ഡേ. വർദ്ധിപ്പിക്കുന്നവരെയാ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. അഭിഷേകത്തെ വർദ്ധിക്കുന്നവർ, പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്നവർ, ആരാധനയെ വർദ്ധിപ്പിക്കുന്നവർ തീർന്നില്ല. അതുപോലെ തന്നെ ദൈവം നൽകുന്നതായിട്ടുള്ള ഭൗതിക നന്മകളെ. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് വർധനമുണ്ടാകണം, സമാധാനം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം, ഐക്യത വർദ്ധിക്കണം, കുടുംബത്തിനകത്തുള്ള ആത്മീയത വർദ്ധിക്കണം, പ്രാർത്ഥന വർദ്ധിക്കണം. ഹല്ലേലൂയ. ജോലി മേഖലയിൽ വർധനവുണ്ട്. ഹല്ലേലൂയ. വർദ്ധിപ്പിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുമ്പോൾ അവിടെ കയറി വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല. ബ്ലൂ പ്രിന്റ് തിയോളജി അല്ല ഹല്ലേലൂയ നമുക്ക് ആവശ്യം. മറന്നു പോകരുത്. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ദൈവം എല്ലാം കൊണ്ട് തരുമെന്ന് പറയുന്നതല്ല ദൈവത്തിനിഷ്ടം. ദൈവം ഒരു വഴി തുറക്കുമ്പോൾ വിശ്വാസത്താൽ കാൽ വെച്ച്, നാളെ എന്തെന്നറിയത്തില്ല, കൺമുമ്പിൽ നോക്കിയിട്ട് നീണ്ടു കിടക്കുകയാ വഴി. ഹല്ലേലൂയ. എന്താണ് അതിനപ്പുറം ഒരു ഐഡിയയുമില്ല. പക്ഷെങ്കിൽ ഞാൻ ദൈവത്താൽ വിശ്വാസത്താൽ എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞാൻ മുന്നേറുമെന്ന് പറഞ്ഞ് വാഗ്ദത്തങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ എൻ്റെ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂക്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലം, മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം മനസ്സിലാക്കുക, ഓടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അത് ഏത് മേഖലയിലും, ആത്മീക ജീവിതമായാലും, ദൈവം നിനക്ക് ദാനമായി അനുഗ്രഹിച്ചു നൽകുന്ന ഭൗതിക ജീവിതത്തിലായാലും. ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവത്തെ മറന്നോടിയ എല്ലാം പാളിപ്പോവും. ഹല്ലേലൂയ. സാമ്പത്തികത്തിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാങ്ക് ബാലൻസിൽ കാലി വെച്ചാലുണ്ടല്ലോ അതങ്ങ് ചറക്കിപ്പോവും. ഹല്ലേലൂയ, സ്തോത്രം. ബിസിനസ്സിൽ കാലി വെച്ചാലും ബിസിനസ് പടപടാന്ന് പറഞ്ഞ് എപ്പോൾ വേണോ പാളിപ്പോവും. ഹല്ലേലൂയ. ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഓടുമ്പോഴും മനസ്സിലാക്കിക്കോണ, നിന്റെ പ്രത്യാശ എപ്പോഴും ദൈവമായിരിക്കണം. നിന്റെ കണ്ണ് ദൈവത്തിലായിരിക്കണം, നിന്റെ ചെവി ദൈവത്തിലായിരിക്കണം, നിന്റെ ഹൃദയം ദൈവത്തിലായിരിക്കണം. നിന്റെ സാമ്പത്തികത്തിലാകരുത് നിന്റെ കണ്ണോ ചെവിയോ ഹൃദയം ഇരിക്കേണ്ടത്. പ്രത്യാശ എപ്പോഴും വേര് ഊന്നേണ്ടത് ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞിട്ട് മതി എന്തും. ആമേൻ. ദൈവത്തിന്റെ മോളില് ഈ ഒരു നന്മകളും വെക്കരുത്. നന്മ തരുന്ന ദൈവത്തിനാകട്ടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ഹല്ലേലൂയ. നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൽ പ്രത്യാശ വെക്കരുത്. ദൈവമാകൊണ്ട്. ഹല്ലേലൂയ. ദൈവമാകൊണ്ട് അവൻ യോഗ്യനായതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെക്കണം. മറ്റൊരു സ്റ്റേബിൾ സർഫസ് ഈ ലോകത്തിലില്ല. സാമ്പത്തികം സ്റ്റേബിൾ അല്ല, ആരോഗ്യം സ്റ്റേബിൾ അല്ല, വിദ്യാഭ്യാസം സ്റ്റേബിൾ അല്ല, കുടുംബം സ്റ്റേബിൾ അല്ല. ഇതെല്ലാം ചഞ്ചലിക്കും. പക്ഷേ ഉറപ്പുള്ള പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പണിതിരിക്കുന്ന ഒരു ഭവന, അത് മണലിന്മേൽ പണിതിരിക്കുന്ന ഒന്നല്ല. കാറ്റും കോളും തിരമാലയും വരുമ്പോൾ ഒഴുകിപ്പോകുന്ന ഒന്നല്ല, അത് എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. നീ ഒളിച്ചിരിക്കുന്ന മുറിക്കകത്തുനിന്ന് പുറത്തു വരണം. നീ ഒളിച്ചിരിക്കുന്ന നിരാശയുടെ മുഖം മൂടിയിൽ നിന്ന് പുറത്തു വരണം. ദൈവിക ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടി നടന്നതൊക്കെ അവസാനിപ്പിച്ചിട്ട് കം ബാക്ക് ഓൺ ദ ട്രാക്കിലേക്ക് തിരിച്ചു വരിക. ഇത് വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് നാളുകൾ അത്രേ.